3 മണിക്കൂർ മുമ്പ് കഥ കേട്ട് ചെയ്യാൻ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം സ്റ്റേജിൽ വെച്ചത്. അതെ, അപ്പോൾ ഇന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഇതിലുണ്ടെന്ന്. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ഈ പടത്തിലുണ്ട്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതും ഞാൻ എൻ്റെ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അപ്പോൾ താങ്ക് യു അഭിലാഷ് ചേട്ടാ. പിന്നെ മുരളി ചേട്ടൻ നമ്മളൊരേ നാട്ടുകാരാണ്, അറിയോ അറിയില്ല, ഞാൻ പയ്യന്നൂരാണ്. അപ്പോൾ ഇതിലോട്ട് ഇതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അഖില. സോ പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങളായിരിക്കും ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ. സോ ഇതും അതുപോലെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. സോ അർച്ചേട്ടാ, ഇനി ഇന്നിവിടെ വന്നിട്ടില്ല. ലാൽ സാറിന്റെ മകൻ ജീൻ പോളോ ഈ പടത്തിലൊരു ത്രൂ വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീൻ ദുബായിലാണ്, ദുബായിൽ എത്തിയിട്ടില്ല. ഇതല്ലാതെ ഈ സിനിമയിൽ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞാണ്. ഇതല്ലാതെ ഏകദേശം 20ഓളം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട്. ഗസ്റ്റ് അപ്പയറൻസ് ആയിട്ടും ഒക്കെ മലയാള സിനിമയിൽ നിന്ന് കുറച്ച് ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ ഈ സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ വിളിക്കാൻ വിട്ടുപോയ ഒരാളുണ്ട്. അവൻ സ്ഥിരം ഞങ്ങളുടെ തന്നെ എല്ലാ പ്രോഗ്രാംസും കവർ ചെയ്യുന്നതുകൊണ്ടാണ് അവൻ സ്റ്റേജിലേക്ക് വരാൻ. ഈ സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന മാളികപ്പുറം സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്ത രാഹുലാണ്. രാഹുലിനെ സ്റ്റേജിലേക്ക് വിളിച്ചിരുന്നില്ല. നീ ഫോട്ടോ എടുത്തോ, കുഴപ്പമില്ല, പറഞ്ഞൊന്നുള്ളൂ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ടീം. അപ്പം ഞങ്ങൾ ഇപ്പം ഈ പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഈ സിനിമയുടെ ടൈറ്റിൽ വിട്ടു. ഇതിൻ്റെ ഷൂട്ട് 2 മാസത്തോളം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ പ്രീ പ്രൊഡക്ഷൻ ആവശ്യമുണ്ട്. എല്ലാം ഒത്തു വന്നാൽ ചിങ്ങം 1-ാം തീയതി ഈ പടത്തിൻ്റെ ഷൂട്ട് ആരംഭിക്കുകയാണ്.